പൂർവ്വങ്ങളിൽ അപൂർവമായ വിധിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. രഞ്ജിത്ത് കൊലക്കേസിലെ എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. SDPI പ്രവർത്തകരാണ് പ്രതികൾ. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയും അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി വന്നിരിക്കുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. വിചാരണ നേരിട്ട 15 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത പ്രതികൾക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കാത്തിരിപ്പിന് വധശിക്ഷ പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വിധിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ. എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ, പ്രകൃതിയുടെ നീതിയുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് പുറകെ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭഗവാന്റെ വിധി വേറെ ഉണ്ട്, വെച്ചിട്ടുണ്ട്. അത്യപൂർവമായ കേസ് തന്നെയാണത്. അതുകൊണ്ട് തന്നെ കോടതി വിധി സംതൃപ്തരാണ് ഞങ്ങൾ. കോടതി വിധിയിൽ സംതൃപ്തരാണ്. കോടതി നമ്മളെ രക്ഷിച്ച കോടതി വിധിയിൽ സംതൃപ്തരാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്. DYSP ജയരാജ് സാറും അദ്ദേഹത്തിന്റെ ടീമും. അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ DYSP സാറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീം വളരെ നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത്. ജയരാജ് സാറിന്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. ഒരു കേസിൽ 15 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ. ആലപ്പുഴയിൽ ഒരു വീട്ടിൽ കയറിയും ഒരാളും ഇത്ര ഒരു ഇത് ചെയ്തിട്ടില്ല. വെറുതെ ഒരു കൊലപാതകം എന്നതിന് എഴുതി തള്ളാൻ പറ്റില്ല. സാധാരണ ഒരു കൊലപാതകത്തിന് കൂടുതൽ പെടില്ല ഇത്. അത്ര വായിക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഏട്ടനെ അവർ കാണിച്ചു വെച്ചത്. അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മക്കളുമാണ്. അത്യപൂർവം തന്നെയാണ്. തെളിവുകളെല്ലാം എത്തിച്ചു. അത് ജയരാജ് സാറിന്റെ ഞാൻ പറഞ്ഞല്ലോ, അത് DYSP ടീം, അദ്ദേഹത്തിന്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചു. കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ എത്തിച്ചു. അത് അതുപോലെ തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു. പ്രോസിക്യൂട്ടർ അതനുസരിച്ച് തന്നെയാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും മറ്റു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ കോൺസ്പിറസി ആംഗിൾ കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കോൺസ്പിറസിയിൽ പങ്കെടുത്തവർ കൂടി വധശിക്ഷ ലഭിച്ചിരിക്കുന്നത്. താങ്കൾ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ, എങ്ങനെയാണ് ഇതേക്കുറിച്ച് താങ്കൾ? ഇതിൽ സത്യത്തിൽ ഞാൻ ഇതിൽ അഡ്വക്കേറ്റ് എന്ന നിലയിലല്ല നിൽക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ എന്ന നിലയിലാണ്. ആ ഒരു വൈകാരികമായ ഇത് മാത്രമേ എനിക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. വിശദമായ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂട്ടർ പറയും. നിയമത്തിന്റെ ഇതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും കോടതിയിൽ അത് നന്നായിട്ട് അത് പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. അതുപോലെ തന്നെ കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു.